നല്ലൊരു പുഴയൊക്കെ കിട്ടി, നല്ലൊരു അടിപൊളി പുഴ. ആ പുഴയിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാ പോയത്. പുഴയിലൊക്കെ ഇറങ്ങി കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാ പോയത്. നല്ല രസന യാത്ര. അൽഹംദുലില്ലാഹ്. ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്, ഞാൻ പറഞ്ഞു വരുന്നത് ആ യാത്രയാണെങ്കിലും ആ യാത്രയിൽ എന്ത് ചെയ്തില്ല, നമ്മുടെ ലൈവ് മുടങ്ങിയില്ല. അത് അള്ളാഹു നല്ല റാഹത്തിൽ നടത്താൻ അള്ളാഹു തൗഫീഖ് തന്നു. അള്ളാഹു തൗഫീഖ് തന്നു. കൂടുതൽ നേരം കുളിച്ചാനൊന്നും അയച്ചില്ല. ഉസ്താദ് എന്ന് ലൈവ് ഇല്ലാട്ടോ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പേടിപ്പിച്ചു. പുഴയിൽ കുളിച്ചുമ്പോഴേ ഇടയ്ക്കോലും ഇങ്ങനെ പേടിപ്പിക്കും. ഇന്ന് ലൈവ് നടക്കണം കേട്ടോ, ഇന്ന് ലൈവ് നടക്കണം കേട്ടോ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കും. നീന്തറിയോ? നീന്തൊക്കെ പഠിക്കണം. നമ്മളൊന്ന് പൊയിലിറങ്ങി നീന്തുമ്പോത്തിന് ഒരു പേടിപ്പിക്കും. ഉസ്താദേ എന്ന് ലൈവ് നടക്കണം കേട്ടോ, ലൈവ് നടക്കണം കേട്ടോ. നമുക്ക് തിരിയല്ല അതിന്റെ അർത്ഥം എന്താന്നല്ലോ. അപ്പൊ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തിൽ കുളിച്ച് നല്ല സന്തോഷമായി. അവിടെ ചെന്നപ്പോ മൈസൂർ ബിരിയാണി ഉണ്ട്. മൈസൂർ ബിരിയാണി എന്തോ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും കൂടെ പോന്നെ ബ്രൈക്കാക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. പാവാണ്, തിരക്കുകൾക്കടിയിലൊക്കെ മാറ്റി വെച്ച് പോരും. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖൈർ നൽകട്ടെ. എല്ലാ കൂട്ടുകാർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. എല്ലാ കൂട്ടുകാർക്കും അല്ലാഹു സ്കൂളിൽ ലീവ് പിന്നെ അവളെ കൂടെ അങ്ങനെ കുറച്ചേരം അങ്ങനെ കടന്ന് കുറച്ചേരം ആളുകൾ ഓഫീസിൽ നിന്ന് കുറെ സാധാരണ രാവിലെ ഞാൻ ഓഫീസിൽ എത്താറുണ്ട്. ഇന്നിപ്പോ കുറച്ച് വൈകിട്ട് എത്തിയത്. വൈകിട്ട് എന്ന് പറഞ്ഞൊരു 11 മണി കഴിഞ്ഞ് കാണാം. കുറച്ച് ഉറങ്ങിപ്പോയി. യാത്രയല്ലേ, വണ്ടിയിൽ നിന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ കയ്യും കാലും നീട്ടി ഉറങ്ങുമ്പോൾ സുഖം വേറെ തന്നെയാണല്ലോ. അപ്പൊ എന്താണെങ്കിൽ ജന്നുവിന് സ്കൂളിൽ ലീവ് പിന്നെ അവളെ കൂടെ അങ്ങനെ കുറച്ചേരം അങ്ങനെ കടന്ന് കുറച്ചേരം ആളുകൾ ഓഫീസിൽ നിന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. വിഷമമെങ്കിൽ പൊരുത്തപ്പെടാം. അള്ളാഹു അലക്ക് വിഷമങ്ങൾ അള്ളാഹു സലാമത്താക്കട്ടെ. എല്ലാവരും വിഷമങ്ങൾ അള്ളാഹു സലാമത്താക്കട്ടെ. എല്ലാവരും വിഷമങ്ങൾ അള്ളാഹു സലാമത്താക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞ യാത്ര അൽഹംദുലില്ലാഹ് റാഹത്തായി, സന്തോഷായി. അള്ളാഹു ഖൈറിലാക്കട്ടെ കേട്ടോ. അള്ളാഹു ഖൈറിലാക്കട്ടെ. അള്ളാഹു ഖൈറിലാക്കട്ടെ. അള്ളാഹു ഖൈറിലാക്കട്ടെ. അള്ളാഹു ഖൈറിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത് മൈസൂർക്ക് ഒരു യാത്ര കൂടി പ്രതീക്ഷിക്കാം. ടൂറിനല്ല, നമ്മളൊരു വേറൊരു കൂട്ടുകാരുടെ കട നോക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതിന്റെ അതൊന്നും തുടങ്ങി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. മൈസൂർ ബിരിയാണി സൂപ്പർ ആട്ടോ, കഴിക്കണം. മൈസൂർകാരോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി. അടിപൊളിയാ, നല്ല ഫുഡാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഫുഡും നല്ല ഉഷാറാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാ. മൈസൂർ ബിരിയാണി പ്രത്യേകിച്ച് അടിപൊളിയാ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതാണ് വിശേഷങ്ങളൊക്കെ. നിങ്ങളോട് എനിക്ക് പറയുള്ളൂ. നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഞാൻ യാത്ര പോയത്. നിങ്ങളോട് തന്നെ എന്റെ സന്തോഷം പറയണ്ടേ. ഉസ്താദ് യാത്ര പോകുന്ന സമയത്ത് ഞങ്ങളോടൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ വന്നപ്പോ മൂപ്പരും ഉണ്ടണില്ല, അങ്ങനെ കരുതാൻ പാടില്ലല്ലോ. അപ്പൊ എല്ലാം റാഹത്ത് തന്നെയാണ്, എല്ലാം സന്തോഷമാണ്, എല്ലാം സന്തോഷം കേട്ടോ. റാഹത്താണ്. നിങ്ങൾ ദ്വാരക്കും അറിയാം, അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്. മനസ്സിലായല്ലോ? നിങ്ങൾ ദ്വാരക്കും അറിയാം, നിങ്ങൾ മനസ്സറിഞ്ഞ് ദ്വാരക്കും നല്ലോണം അറിയാം. ഇത്ര ആളുകളെ ദ്വാരം നിങ്ങൾക്ക് അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്.